ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ നോക്കാം അല്ലേ? നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാമ്പാറൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. എളുപ്പമാണിത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് കുക്കറിലിടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കതിലേക്ക് ഒരു ചെറിയ കായത്തിൻ്റെ കഷ്ണം ഇട്ട് വെക്കാം കേട്ടോ. പരിപ്പ് ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെക്കാത്തത് കൊണ്ട് ഒരു 3 വിസിലടുപ്പിക്കുന്നുണ്ട്. പരിപ്പ് നന്നായി വെന്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. കഷ്ണങ്ങൾ നമുക്ക് വീട്ടിലുള്ളതെല്ലാം എടുക്കാം. ഞാനിവിടെ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, വെണ്ടക്ക, പിന്നെ മുരിങ്ങക്കായയാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് നന്നായി വെന്ത് കഴിയുമ്പോൾ നല്ല വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ തുറന്നിട്ട് വെണ്ടക്ക ഒഴികെ ബാക്കി എല്ലാ കഷ്ണങ്ങളും അതിലേക്ക് ഇടാം. എന്നിട്ട് ഒറ്റൊരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. മുരിങ്ങക്കായ വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിലും പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിരുന്നില്ല, പരിപ്പ് വേവാൻ ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ട്. ഇത് വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് വെണ്ടക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടക്ക ആദ്യം ഇടണ്ട, വെന്തുടഞ്ഞു പോകും. പിന്നെ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ വേണ്ടത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതുകൊണ്ട് നല്ല സ്മെല്ലൊക്കെയാണ് അതിന്. പിന്നെ നമുക്ക് സാമ്പാറിന് അത്യാവശ്യമായിട്ട് വേണ്ടത് സാമ്പാർ പൊടിയാണ്. അത് പിന്നെ ഞാനൊരു 2 സ്പൂൺ അങ്ങ് ഇടുന്നുണ്ട്. ഞാൻ അളക്കാതെയാണ് ഇടുന്നത്, പക്ഷേ 2 സ്പൂണായിരിക്കും ഇട്ടിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക്. പുളിവെള്ളമാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് തള വരുമ്പോഴേക്ക് തന്നെ നമുക്ക് നമ്മൾ അലിയിച്ച് വെച്ചിട്ടുള്ള പുളി അതിലേക്ക് ഒഴിക്കാം. പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. അങ്ങനെ അത് ഒഴിച്ച് കഴിഞ്ഞ് നന്നായി തള വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അതും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ വറവിടലാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുന്നേ കടുക് എടുത്തിട്ടത് കൊണ്ട് പൊട്ടാൻ കുറച്ച് സമയം എടുത്തു. എന്നാലും കടുക് പൊട്ടി കഴിയുമ്പോൾ പിന്നെ വറ്റൽമുളകാണ് ഇടേണ്ടത്. ചുവന്ന മുളക് നടുകീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോഴേക്കും തന്നെ നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില വെള്ളം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, മേലേക്ക് തെറിക്കും. വിട്ട് നിന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തേങ്ങയൊന്നും അരയ്ക്കാതെ പൊടി ഇട്ടിട്ട് വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബാച്ചിലേഴ്സിനും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.